അരൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ആക്രിക്കടയിൽ തീ പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. അരൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ അരൂർ റെയിൽവേ സ്റ്റേഷനിലെ തെക്കുവശം റെയിൽവേ ലൈനിന്റെ സമാന്തരമായി പോകുന്ന റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന ആക്രിക്കടയിലാണ് തീ പടർന്നത്. സമീപത്തുള്ള പ്രിയന്റെ പേരിലുള്ളതാണ് ആക്രിക്കടയെന്ന് നാട്ടുകാർ പറഞ്ഞു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ആക്രിക്കടക്കെതിരെ പഞ്ചായത്ത് അംഗം പരാതി നൽകിയിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നു. ഇവിടെ കൂടിക്കിടന്ന പഴയ സാധനങ്ങൾക്കും പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കുമാണ് തീപിടിച്ചത്. നിമിഷങ്ങൾക്കകം തീ പടർന്നത് നാട്ടുകാരിൽ പരിഭ്രാന്തിക്കിടയാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾ തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടർന്നു. അരൂർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ സേന അഗ്നി നിയന്ത്രണ വിധേയമാക്കി. 1 മണിക്കൂറോളം വെള്ളം അടിച്ച ശേഷമാണ് പൂർണ്ണമായും തീകെടുത്താനായത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. ക്യാപ്സുലേഷൻ ആൻഡ് എക്സിക്യൂട്ടിക്കൽസ്, മറ്റ് സമുദ്രോൽപ്പന്ന കയറ്റുമതിശാലകൾ, കെൽട്രോൺ തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ആക്രിക്കട തുറക്കാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു. നീലികാട്ട് പ്രദേശത്ത് ഒരുപറ്റം തൊഴിലുറപ്പ് തൊഴിലാളികൾ പുല്ലിന് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് പുല്ല് തീട്ടപ്പോഴത്തേക്കും ഒരു ചെറുതരി വീണ് ഇവിടെ ഒരു കെട്ട് പ്ലാസ്റ്റിക് കെട്ടോളം ഉണ്ടായിരുന്നതാണ്. അതിനെ തീ പിടിച്ച് ഒരു വൻ ദുരന്തമാണ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒഴിവായത്. അതുപോലെ തന്നെ നാട്ടുകാരും ഇതിന് വളരെയധികം സഹകരിച്ചു. അടക്കം എല്ലാം ഏതായാലും ഒരു വലിയൊരു ദുരന്തമാണ് ഉണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, അരൂർ.